സോറി, ഇത്ര ഉറങ്ങിയിട്ട് ക്ഷീണം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ല, ഒരു ഓഫ് ഡേ ആണ്. എനിക്ക് കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ചുള്ള ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നൊരു ഓഫ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇത്രയും ദിവസം ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല, കാര്യം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അടുപ്പിച്ച് ഡ്യൂട്ടി ആയിരുന്നു, ഒന്നിനും സമയം ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പെർമനൻ്റ് ആയിട്ടൊരു ജോലിക്ക്, ഇപ്പം ഞാൻ ഏജൻസി വഴിയാണ് ജോലി ചെയ്യുന്നത്, ഏജൻസി ത്രൂ ആണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലത്തോട്ട് ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം നമുക്ക്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. പിന്നൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. അപ്പം ഞാൻ ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ, നമ്മുടെ റിംഗ് ലൈറ്റും അതേപോലെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഭയങ്കര ക്ഷീണം രാവിലെ. ഇപ്പം ഞാൻ എണീറ്റപ്പോൾ 10 മണി എന്നിട്ട് ക്ഷീണം. കുഴപ്പമില്ല, ഒരു കോഫിയൊക്കെ കുടിച്ച് ഈ ക്ഷീണമൊക്കെ മാറ്റി പോകാനിറങ്ങാം നമുക്ക്. ഇപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വരാം. എണീറ്റ് ബെഡിലിങ്ങനെ കുറേ നേരം ഇരിക്കുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. അത് ഓഫ് ഡേ ആണെങ്കിൽ കേട്ടോ, എണീറ്റിട്ട് ഉണന്നിട്ടാണെങ്കിലും ബെഡിലിങ്ങനെ ഫോൺ നോക്കി കിടക്കുക, എണീറ്റിട്ടിങ്ങനെ ബെഡിൽ കുറച്ച് നേരം ഇരിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നാക്കൊക്കെ ഉടക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ബെഡിൽ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന്. ഇനി പോയിട്ട് പല്ല് തേക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രാവിലെ, അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ട് വരാം. പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി താഴെ പോയിട്ട് എന്നത്തെയും പോലെ ഒരു ഡ്രിങ്ക് കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത്രയൊക്കെ തന്നെ. അയ്യോ, ജോലി കിട്ടിയെടുത്ത് പോകണം. അവിടെ കൊണ്ടൊരു ഡോക്യുമെൻ്റ് കൊടുക്കാനുണ്ട്. അത് കൊടുക്കണം. അത് മറന്നുപോയി. ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. അവിടെ പോകണം അർജൻറ്റായിട്ട്. അയ്യോ, അവിടെ പോകുന്ന കാര്യം ഇന്ന് സാറ്റർഡേ അല്ലേ, ഓഫീസ് വർക്കിംഗ് ആണെന്ന് അറിയില്ല, വീക്കെൻഡ് ആയതുകൊണ്ട്. അപ്പോൾ അത് നടക്കൂലല്ലോ. നോക്കാം, അവരെ വിളിച്ചു നോക്കിയിട്ട് അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. എന്തായാലും ഒരു ഓഫ് ഡേ അല്ലേ, നോക്കട്ടെ. അപ്പോൾ നമുക്ക് താഴെ പോവാം. താഴെ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ ഒന്ന് വിളിക്കണം. അറിയോ? അപ്പം നമ്മളിത് താഴെ വന്ന് ലിപിൻ മോനെ ഉണർത്തിയിട്ടുണ്ട്. അവനിപ്പോൾ കഴിക്കാൻ വരും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുടിക്കണം. പിന്നെ പുട്ടുണ്ടാക്കാൻ ഞാൻ ഇന്നലെ രാത്രി കടലക്കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമുക്കിന്ന് പുട്ടും കടലക്കറിയും ചായയൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാട്ടോ ഞങ്ങളിവിടെ പുട്ടുണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണുള്ളത്, അതിൽ പുട്ടുണ്ടാക്കും. കടലക്കറി ഉണ്ട്, ചായ കൂടെ ഉണ്ടാക്കും, എന്നിട്ട് നന്നായിട്ടിരുന്ന് കഴിക്കും. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കട്ടെ കേട്ടോ. എല്ലാവരും കേട്ടോ, ഞാനിത് പോസ്റ്റ് ചെയ്യും, ഞാനിത് ഉറപ്പായിട്ട് വീഡിയോ ഇടും.
അങ്ങനത്തെ കഴിച്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞാവെ വിളിക്കുകയായിരുന്നു. എനിക്ക് വലുതിനോട് സംസാരിക്കാൻ പറ്റിയില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. വലുത് കരാട്ടെ ക്ലാസ്സിന് പോയേക്കായിരുന്നു. എൻ്റെ ചെറുത് നമ്മുടെ സ്വന്തം വീട് പോലൊരു വീടുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ, എൻ്റെ ഫാത്തിമയുടെ വീട്. ഞാൻ കൊച്ചിൽ തൊട്ടേ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ ഒരു കുഞ്ഞാണ് ഫാത്തിമ. ഇപ്പോൾ വലിയ കുഞ്ഞായി, ഇപ്പോൾ കോളേജിലൊക്കെ ആയി. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും അവളുടെ അടുത്ത് തന്നെ ആയിരിക്കും. ഇപ്പോൾ അവളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അവളെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. കാണിക്കേണ്ടെന്ന് അവൾ പറഞ്ഞതുകൊണ്ട്. ഫാത്തിയുടെ അമ്മ ആണിത്. എൻ്റെ പൊടിക്ക് പിന്നെ അമ്മയെ കിട്ടിയ പിന്നെ ആരും വേണ്ട. അങ്ങനെ ഞാൻ വീട്ടിൽ മോളെയൊക്കെ വിളിച്ച്, ഒരാളെ കിട്ടിയുള്ളൂ കേട്ടോ, മറ്റേ ആൾ കരാട്ടെ ക്ലാസ്സിന് പോയിക്കാം, വലിയ ആൾ. അപ്പം ചെറുതിനെ വിളിച്ചു, കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ എൻ്റെ ഫാത്തിയെ വിളിച്ചു. ഫാത്തിമ അടുത്തായിരുന്നു എൻ്റെ മോള്. അപ്പം അവർ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചു. ഇനി വലുതിനെ വിളിക്കണം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകണം കേട്ടോ. മൃദുല എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അവളുടെ ഹസ്ബൻഡും ഉണ്ട്, ശരത്തേട്ടൻ. ഞാൻ ദാമുചേട്ടാന്ന് വിളിക്കും. ശരത് ദാമോദർ എന്നാണ് കേട്ടോ പേര്. രണ്ടുപേരും കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞിട്ടേ ഉള്ളൂ. രണ്ടുപേരും ഞാനിവിടെ UK വന്നപ്പോൾ അന്ന് തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അവർ കല്യാണം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തോട്ട് പോവാണ് നമ്മൾ. ഞാൻ ഷോർട്സിലൊരു ഡാൻസൊക്കെ ഇട്ടിരുന്നു അവളുമായിട്ടുള്ള. അപ്പം ഞങ്ങൾക്ക് ഇന്നും കുറച്ച് പ്ലാനിങ് ഉണ്ട്. കുറച്ച് റീലെടുക്കണം, ഫോട്ടോസ് എടുക്കണം, പിന്നെ വ്ളോഗ് എടുക്കണം. എൻ്റെ മുഖത്തൊരു കുത്തബ് മിനാർ പണി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പണിയണം. പുള്ളിക്കാരി ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ. പക്ഷെ അങ്ങനെ പ്രൊഫഷണലി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നന്നായിട്ട് എല്ലാം ചെയ്യും. ത്രെഡ് ചെയ്ത് തരും, നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും, ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു തരും. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവരെ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ കേട്ടോ. ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി മുഖത്ത് കുറച്ച് കണ്ണെഴുതണം, ലിപ്സ്റ്റിക് ഇടണം. പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ മുഖത്ത് പണി ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഒരുപാട് പണിക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയറും പിന്നെ കുറച്ച് പൗഡർ ഇടും, കണ്ണെഴുതും, ലിപ്സ്റ്റിക്കും ഇടും, പോകും. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട്. അപ്പോൾ നമുക്ക് റെഡി ആയാലോ? ആയോ? അപ്പോൾ മുഖമൊക്കെ കഴുകി കൂട്ടത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഭയങ്കര സ്പീഡിലാക്കി തുടങ്ങട്ടെ. കാര്യമില്ല, ഞാൻ സ്കിൻ കെയർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മുഖം മിനുക്കിയിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്. മുഖം മിനുക്കി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്തിട്ട് കണ്ണും എഴുതി ലിപ്സ്റ്റിക്കും ഇട്ട് കമ്മലും ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി മുടി കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ വലിയ പാടായിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഓക്കെ, മുടി കെട്ടാം. അപ്പോൾ അതേ നമ്മൾ മുടിയും കെട്ടിയിട്ടുണ്ട്, കെട്ടിവെച്ചു, പോണി കെട്ടിവെച്ചു. പോയാലോ?
വേറെ ഇനി പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല. ഒരു പെട്ടി നിറയെ തുണിയും എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾക്ക് 2-3 റീൽ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുണ്ട്, കുറച്ച് ഫോട്ടോ എടുക്കാനുള്ളൊരു സാരി ഉണ്ട്. അങ്ങനെ ഒരു ബാഗ് തുണിയായിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നിന്ന് ലേറ്റ് ആവണ്ട. അയ്യോ, ഇനി നിന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. പോവാം, ആയോ. അതെ, ഈ പെട്ടിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ്. എനിക്ക് അറിഞ്ഞൂടെ ഇത്രയും തുണി ഞാൻ എന്തിനെടുത്തെന്ന്. എന്തായാലും ഇത് ഇത്ര കിട്ടുന്ന ഒന്നും ചെയ്യാൻ പോകുന്നില്ല, സമയം കിട്ടത്തില്ല. ഒന്നാമത് ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്, വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. ദാമചേട്ടനെയോ അമൃതയോ വരുന്നത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, ഈ പെട്ടിയായിട്ട് നടന്ന് ഞാൻ ക്ഷീണിച്ചു ഗൈസ്. ഫുൾ ക്യാമറ കണ്ണുകളുമായിട്ട് നടക്കുക. ഞാൻ പോകുന്നില്ല ഇനി തിരിച്ച്. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. റൂം കാണിക്കത്തില്ല, ആളെ മാത്രമേ കാണിക്കൂ. ഭയങ്കര ഹൈപ്പില് ഭയങ്കര എടുത്തു മുഖം ഇങ്ങനെ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈപ്പിൽ ഭയങ്കര ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തതാണ് ഞാൻ. എൻ്റെ ആളെ ശരിക്കും കാണിക്കും. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമുക്ക് ചോറ് കഴിക്കാൻ കഴിയും. ഞാൻ ചോറ് കഴിക്കേണ്ടതാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നിട്ട് മോര് കറി ഉപ്പേരി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കഴിക്കാതിരിക്കുന്നത് ഭയങ്കര മോശമായതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. ഞാൻ പുട്ടും കടലയും കഴിച്ചതേ ഉള്ളൂ. നിങ്ങൾ ലാൻഡ്സ്കേപ്പിലൊന്ന് വീഡിയോ ഇടുക. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. പണി തുടങ്ങാൻ പോയില്ലേ? യെസ്, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. നോക്കാം എന്തൊക്കെ പണി സാധനങ്ങളാണ് ഇതിന്. മത്സ്യകന്യെ കാണിച്ചു തരാട്ടോ. അതാ കണ്ട മത്സ്യകന്യ, മത്സ്യകന്യകൻ. കാര്യം അറിയോ? ഞാൻ വിശ്വസിച്ചതിന്റെ പിരിവ് ആരുടെ കയ്യിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ആകെ പിരികം വിശ്വസിച്ച് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണിത്. നമ്മൾ ഒരുങ്ങിക്കൂടെ ഇരുന്നപ്പോൾ ഇതിനെ മൃദുവിന്റെ അച്ഛനും അമ്മയും വിളിച്ചു കേട്ടോ. ഇങ്ങനെ കാണിക്കരുത്. ലെൻസ് ഞാൻ ഒരുങ്ങാൻ വന്നതാ. ഒരു ലെൻസ് വെച്ചിട്ട് ഇപ്പൊ പ്രയത്തിനെ പോലെ ഉണ്ട്. അല്ല സംഭവം രസമൊന്നുമില്ല. പൊതുവെ അങ്ങനെയാണല്ലോ. ഇപ്പൊ മാറ്റം വരുത്തണ്ടെന്ന് വെച്ചിട്ടോ. ഇപ്പൊ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ. വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ഒന്നും കാണുന്നില്ല. ഒറ്റ കമന്റ് അമ്മയുടെ കണ്ടുള്ളൂ. ഈ അടുത്ത വീഡിയോയില് മൃദു ഉണ്ട്. എന്നെ ഒരുക്കാൻ പോവാ. അതിന്റെ മുന്നോടിയായിട്ടൊരു ലെൻസ് വെച്ചിട്ട് എനിക്ക് എന്നെ കണ്ട് പ്രേതത്തിനെ പോലെ ഉണ്ട്. കണ്ണിന്റെ ഭംഗി പോയിട്ടാ. കണ്ടോ?
അത് എഴുതിയാ ശരിയാവും. ഉറപ്പാണ്. അതെനിക്കറിയില്ല. കണ്ണിന് ആ ഒരു ഭംഗി പോയി. ഉള്ളത് പറയാലോ. അതിന് കണ്ണ് എഴുതിയിട്ടില്ല ഇപ്പൊ. അറിയില്ല. എഴുതിയൊക്കെ വന്നു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഞാൻ എന്റെ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ അവള് പിരികൊക്കെ ത്രെഡ് ചെയ്തു. പിന്നെ ഒരുങ്ങാനിരിക്കുമായിരുന്നു. ചോറ്, മോരേറി, തോരൻ, പിന്നെ പൈനാപ്പിൾ അച്ചാറ്. എന്താ കിട്ടിയില്ല. ബ്രോക്കർ ഫീസ് ഇതുവരെ തന്നിട്ടില്ല. അത് ശരിയാട്ടോ. എനിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ദാമചേട്ടൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തരും. ഇത് ഒരുക്കി തരും. ഞാൻ അതിലോട്ടങ്ങ് കൂട്ടുവാ. പക്ഷെ എന്തൊക്കെ സെറ്റപ്പ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗങ്ങളുണ്ടെന്ന്. ശരിക്കും ഉത്സവത്തിന് വാങ്ങിയതാ ആണോ? അങ്ങനെ നമ്മൾ ലെൻസൂരി കളഞ്ഞു. നല്ല ഭംഗിയുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഒരു സ്മോക്കി ഐസ് ഒക്കെ തന്നിട്ടുണ്ട് അവള് നമുക്ക്. നല്ല രസമുണ്ട്. യെസ്. അപ്പോൾ ഇതേ നല്ല ഗ്ലോയി മേക്കപ്പ് എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കിനി റീലിലേക്ക് കിടക്കാം. അതെ, ഒരാൾക്കൊരു മണിക്കൂർ എടുത്ത് ഒരാളെ ഒരുക്കി ഒരു മൂലയ്ക്കോട്ട് ഇരുത്തിയിട്ട് അടുത്ത ആൾ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് റീലൊക്കെ എടുക്കാൻ. ഇപ്പം തന്നെ സമയം എന്തായി മൃദു എന്നറിയാമോ? 5:30. വെട്ടം പോകുന്നതിന് മുന്നേ റീലൊക്കെ എടുത്ത് കഴിയണം. ഇതൊന്നും അറിയാതെ ഇതൊന്നും സുന്ദരിയായിട്ടുണ്ട്. करते तुझे मोरनीशी चाल गुलाबी साडी आणि लाली लाल लाल दिसते मी भारी राजा फोटो माझा काढ गुलाबी साडी आणि लाली लाल लाल दिसते मी भारी राजा फोटो माझा काढ. ഞങ്ങളുടെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ദാമച്ചേട്ടൻ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. പ്രാക്ടീസ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. എന്നാലും ഒന്ന് കളിച്ച് നോക്കാൻ തുടങ്ങി. ഭയങ്കര കോമഡിയാണ് കേട്ടോ ഈ പ്രാക്ടീസ് സെക്ഷനൊക്കെ. ശരിയായിട്ടല്ലേ? അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞോ? മറ്റു ഡാൻസ് ചെയ്തില്ലല്ലോ.
ഏതാ? ചെയ്യാൻ വിചാരിച്ച ഡാൻസ് അല്ല, വേറെ അതെ, dance വെച്ച്. ഞങ്ങള് ഒരു റീൽ എടുക്കാൻ വിചാരിച്ചു വന്നു, എന്നിട്ട് നമ്മൾ സാരി എടുത്ത് വേറെ റീൽ എടുത്തു. അതെ, ഇനിയൊരു ഡാൻസ് കൂടെ ചെയ്യാനുണ്ട്. അതെ, ഇനി ഒരു ഡാൻസും കൂടെ ഉണ്ട്. ഇപ്പൊ സമയം 8 മണിയാവുന്നു രാത്രി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു പോവാൻ. ഞങ്ങളുടെ പാവം വീഡിയോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫർ, വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫർ ഇതാണ് ഹസ്ബൻഡ്. എന്റെ ഹസ്ബൻഡ് അതെ, കല്യാണം നടത്തി ബ്രോക്കർ ആരാന്നോട് പറയണം. അജുനി. അതെ, ഞാനാണ് ബ്രോക്കർ ഫീസ് ഇതുവരെ തന്നിട്ടില്ല. അതെ, അതിനും കൂടെ വേണ്ടി ഞാൻ വീഡിയോയും ഫോട്ടോ എടുത്ത് പണി ഒരു കല്യാണം നടത്തി മാത്രം അനുഭവിക്കുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു ഓഫ് ഡേ എനിക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി കേട്ടോ. ഞാൻ എങ്ങും പോകലില്ല, അറിയാലോ. ഞാൻ ഓൾറെഡി എൻ്റെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങും പോകാറില്ല. പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും പോവാറുണ്ട്. കുറെ വായി നോക്കി കാണിവർ എല്ലായിടത്തും പോകാറുണ്ട്. അതെ, ഞാൻ എങ്ങും പോകാറില്ല. ഞാൻ ഇതുപോലെ ഇരിക്കാറില്ല. ഓഫർ കിട്ടുമ്പോൾ ഞാൻ ഇവരുടെ അടുത്താണ് വരാറ്. അതാണ് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡാൻസ് ചെയ്യാം. ഇവർ നേരത്തെ നിന്ന സ്ഥലത്ത് എന്താണ് വിസിറ്റേഴ്സ് അലൗഡ് അല്ല, അപ്പം അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെയും കൂടെ ക്ഷീണം മാറ്റാൻ അതും കൂടെ ക്ഷീണം മാറ്റാൻ ഇങ്ങോട്ട് വരും, ഇനിയും വരും. വരണം, ഇനിയും വരുന്നു. താമസം വേണേ മാറ്റിക്കോ ഇങ്ങോട്ട്. അങ്ങനെ അടുത്ത ഡാൻസ് ചെയ്യണ്ടേ? അടുത്ത ഡാൻസ് ചെയ്യണ്ടേ? എപ്പോഴാ? വേഗം ഡ്രസ്സ് മാറ്റിട്ട് വരാം. വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് അടുത്ത് ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. യെസ്, ഈ ഡ്രസ്സ് മാറ്റി നമ്മള് ജീൻസിന്റെ ഒപ്പിട്ടിട്ട് ഇതെന്താ ഞങ്ങൾ അടുത്ത് വീഡിയോ എടുക്കാൻ പോവാണ്. അത് ഞാൻ കണ്ടില്ല കേട്ടോ. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ. അല്ല, ഈ കഴിഞ്ഞില്ല, വീഡിയോ കഴിഞ്ഞില്ലല്ലോ. ഇല്ല, കഴിഞ്ഞില്ല. ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഓക്കെ, ടാറ്റ. ടാറ്റ പറയും. ബൈ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഡാൻസ് കളിക്കാൻ ഞങ്ങൾ ഡാൻസ് കളിച്ച് നോക്കി, പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. മണി 8 ആവുന്നു. പക്ഷെ ഇവിടെ വെട്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അതെ, അതന്നെ അതിന്റെ ശരി. അതെ 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 അതെ. നമ്മൾ അടുത്ത പാർക്കുണ്ട്, അവിടെ പോയിട്ട് രണ്ടുപേരും കാര്യമായിട്ട് ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മതി. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്തു. അറിയത്തില്ല ഇതിന് മാറ്റുമോന്ന്. നമ്മളിവിടെ, അതെ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളിവിടെ നിന്ന് കളിക്കാൻ പോവാണ്, നോക്കാം. ആകെ കറക്റ്റായി കളിക്കുന്ന ടൈം ഈ പ്രാക്ടീസിന്റെ സമയം. അങ്ങനെ എടുക്കും. ഞാൻ പോകുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. രണ്ടാളും മ്യൂട്ടടിച്ച് ഡാൻസ് പഠിക്കുകയാണ്. എന്താ കളിക്കുന്നത് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല.
വയ്യ ഗൈസ്, മരിച്ചു. 3348 ടേക്കിൽ ഞങ്ങളുടെ വീഡിയോ എടുത്ത് തന്ന ആളെ കണ്ടോ, ഇതാണിപ്പോ അവസ്ഥ. ഇനി ഇവിടുന്ന് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകാന്നാണ് ആലോചിക്കുന്നത്. ക്രൈൻ വിളിക്കണോ? അയ്യോ, ഇനി അവനൊരു 250 സത്യം എൻഡിങ്. അപ്പോൾ അപ്പൊ നമ്മൾ അതെ തീപ്പൊരി പാറി ഇവിടെ. നീ ഹൈലൈറ്റ് ഇതൊക്കെ കണ്ണൊക്കെ തെറിച്ചിരിക്കുന്നു. പറയൂ, എല്ലാരും പറയൂ, ചേട്ടനും പറയൂ. പറയൂ പറയൂ, രണ്ടുപേരും പറയൂ. അതായത് നീ പറഞ്ഞു അജിമിനെ കുറിച്ച് പറയണം. നീ പറഞ്ഞോളൂ. രണ്ടുപേരും, എല്ലാവർക്കും സമയം തരാം. രണ്ടുപേർക്കും സമയം തരാം. അഭിലാഷ് ഒരു 30 സെക്കൻഡ്. അജ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റഡി ചെയ്യാനൊക്കെ ആരും വരുന്നില്ലല്ലോ. ഇല്ലല്ല, അജ്മിക്ക് ഇവര് പഠിച്ചെടുത്തതാ. ഓഹോ, കറക്റ്റാ വിച്ച് കറക്റ്റാ. 3.5. സുധേ അതാര്? ഇതിവിടെ അമ്മ സുധാമണി. അമ്മയെ റീല് കാണാം, അമ്മയെ വ്ലോഗ് കാണും. ശരി, 3.5 എടുത്താ മതിയാ. 3.5 5.5 എടുത്തോ? 5.5 പറ്റുമോ? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ പറയൂ. അജ്മിയുടെ ചാനൽ ഇവരും ഇടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അജ്മിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവരിടയ്ക്ക് വ്ലോഗിലൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ. ഇവിടെ വീഡിയോ എടുത്ത് തളർന്നിട്ട് തിരിഞ്ഞു നോക്കാൻ നടക്കുന്നത് ഇനി വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ്. അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് വീഡിയോ എടുത്തിട്ട് വിശക്കുന്ന എനിക്ക്. അല്ല, ഈ ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റാണ് ഇവിടെ താമസിക്കുന്നത്. അതെ, ആർക്കെങ്കിലും ബെഡൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം. ഇഷ്ടംപോലെ ബെഡൊക്കെ ഇവര് കളഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിൻ ചെയ്യാം നമ്മള് അഡ്രസ്. അത് ആരോ കളഞ്ഞ ബെഡാ. നമ്മളിതേ വീട്ടിൽ വന്നു. ഞാനൊന്ന് ഫ്രഷായി, മുഖമൊക്കെ നല്ല വൃത്തിക്ക് കഴുകി, മേക്കപ്പും എല്ലാ അലങ്കോല പണികളൊക്കെ ഞാൻ ഇടയ്ക്ക് കളഞ്ഞു. ഒന്ന് ഫ്രഷായി. ഡ്രസ്സ് നോക്കണ്ട, നമ്മളിവിടെ ഒരു ഡ്രസ്സൊക്കെ 2 ദിവസം ഇടാറുണ്ട്, തണുപ്പല്ലേ. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ എനിക്ക് അടുക്കളയിൽ നല്ലൊരു പണിയുണ്ട്. ഞാനൊന്ന് ബിരിയാണി വെച്ച് കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഇവിടുത്തെ എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തിട്ടാണ് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി വെച്ചേ പറ്റൂ. ബിരിയാണി വെച്ച് കൊടുത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ താഴെ പെട്ടെന്ന് പോയിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി വെക്കണം. സവാള അരിയണം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കണം, അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കണം, അതേപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പം മണി ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. രാത്രി 11 മണിക്കെങ്കിലും പണി തീർക്കണം. നോക്കാം. അപ്പം നമുക്ക് അടുക്കളയിൽ പോയിട്ട് കാണാം.
ഇന്റർവ്യൂ എന്റെ അന്നൂടെ പറയും. അതെ അതെ അതെ. ലണ്ടൻ TFL വർക്ക് ചെയ്യുന്ന ആളാണ്. ലണ്ടൻ ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എലിസബത്ത് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ ഒരു ദിവസം തരാന്ന് പറഞ്ഞു. ആദ്യം എന്റെ പിന്നെ അവന്റെ. ഇവിടെ എല്ലാവരുടെയും ഇന്റർവ്യൂ ചെയ്യാം. എല്ലാരും നമ്മുടെ അനിയന്മാരാണെങ്കിലും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതെ, എക്സ്പീരിയൻസ്. ഇത് ജൊഹാൻ, അത് NHS വർക്ക് ചെയ്യുന്ന ആളാണ്. അല്ലേ മോനെ ജൊഹാൻ? ഇൻട്രോവേർട്ട് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം കെവിന്റെ ഒരു ഇന്റർവ്യൂ കിട്ടുമല്ലോ അല്ലേ? നേരത്തെ ബുക്ക് ചെയ്യണം. എനിക്ക് ഷിഫ്റ്റ് ഒക്കെ മാറ്റി എടുക്കണം അവിടെ കേട്ടോ. ഈ വീട്ടിലെ ഏറ്റവും വലിയ തള്ളിസ്റ്റാണ് കേസ് ഈ ഇരിക്കുന്നത്. ഇവന്റെ തള്ളു കൊണ്ടിട്ട് ചേച്ചി നോക്കിയടാ. ചേച്ചി ചേച്ചി നിർത്തിയോ? അങ്ങനെ നമ്മൾ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നിട്ടുണ്ട്. വയ്യ എനിക്ക്. ഇന്ന് പോയതിൻ്റെ ക്ഷീണവും കുറേ വീഡിയോ എടുത്തു, കുറേ അതിൻ്റെയൊക്കെ ക്ഷീണവും, പിന്നെ വന്നിട്ട് നല്ല ജോലി ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുഖത്ത് കാണാം, കണ്ണൊന്നും നേരെ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് പേരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അവരൊക്കെ എന്താ പറയുക, അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ പോകുന്നത്. നല്ല ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫീലാണ്. അനിയന്മാർ എല്ലാം നല്ല കൂടപ്പറപ്പുകളെ പോലെ ഒരു സ്നേഹവും കരുതലുള്ള നല്ല പിള്ളേരാണ് എല്ലാവരും. പിന്നെ എൻ്റെ റൂംമേറ്റ് ഇല്ല, അവൾ പുറത്ത് പോയേക്കുക. വീക്കെൻഡ് അല്ലേ, സാറ്റർഡേ അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയേക്കുക. അവളുണ്ടെങ്കിലും അവൾ വീഡിയോയിലൊന്നും വരില്ല. അവിടെ ആ ഫോട്ടോയിലുണ്ട് എൻ്റെ റൂംമേറ്റ്. കാണാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇങ്ങനെ കാണിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞൂടാ. അവൾക്കങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല. പുള്ളിക്കാരി എന്തായാലും വരും ഇപ്പം. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഞാൻ കിടക്കും. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. രാവിലെ 10 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകണം. നാളെ 10 തൊട്ട് 6 വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ ഇന്നങ്ങനെ ഒരു ഓഫ് ഡേ നല്ല പോലെ വെൽ സ്പെൻഡ് എന്ന് പറയാം. അപ്പം അങ്ങനെ 6 ദിവസം കഴിഞ്ഞു. അപ്പം എന്നാൽ കിടന്നുറങ്ങാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ടാറ്റ.